പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ എക്സാമിനേഷനൊക്കെ വരികയാണ്. അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ലേറ്റസ്റ്റ് സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ ഡിസ്കസ് ചെയ്യുകയാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ, അതായത് പ്രസ്താവന തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ പ്രയോജനം ചെയ്യും. ക്ലാസ് നിങ്ങൾ നന്നായിട്ട് കണ്ട് കേട്ട് മനസ്സിലാക്കുക. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് മാത്രമല്ല, ഡിഗ്രി ലെവൽ മെയിൻസിനും അതുപോലെ തന്നെ 10th മെയിൻസിനൊക്കെ പ്രയോജനം ചെയ്യും. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്കറിയാം, പുതിയ അഡ്വക്കേറ്റ് ജനറലൊക്കെ എന്ത് ചെയ്തു, ചുമതലയേറ്റു എന്നറിയാം. അപ്പോൾ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ, നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 165 നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ കെ ജാജു ബാബു ആണ് ഗവൺമെന്റിന് വേണ്ടിയിട്ട് കോടതിയിൽ കേസുകൾ വാദിക്കുന്നത്. ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ ആണ്. അതായത് നമ്മൾ ഓർത്തിരിക്കണം, സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ജനറൽ ആണ്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ അഡ്വക്കേറ്റ് ജനറൽ ആണ്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 165 ആണ്. എങ്ങനെയാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത്? നിങ്ങൾക്കറിയാം, അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത്. ഇപ്പം മുതിർന്ന അഡ്വക്കേറ്റായ കെ ജാജു ബാബു ആണ് ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് ആയിരുന്ന കെ ജാജു ബാബു ആണ് നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ എന്നറിയാം കേരളത്തിന്റെ. ഓക്കെ, ഇനി ഇതിനകത്ത് ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമോപദേശം നൽകുന്നത് അഡ്വക്കേറ്റ് ജനറൽ ആണ്. അതുപോലെ തന്നെ കേന്ദ്രത്തിലെ അറ്റോർണി ജനറലിന് സമാനമായ സംസ്ഥാനത്തുള്ള പദവിയാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് വാദിക്കുന്നത് അല്ലെങ്കിൽ നിയമ ഉപദേശം നൽകുന്നത് അറ്റോർണി ജനറലാണ്. അതേ പദവിക്ക് തുല്യമായിട്ടുള്ള സമാന പദവിയാണ് അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാനങ്ങളിലുള്ളത്. അപ്പോൾ ഈ അഡ്വക്കേറ്റ് ജനറലിന് ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. എന്ത് യോഗ്യതയാണ്? ഹൈക്കോടതി ജഡ്ജി ആകുന്നതിനുള്ള യോഗ്യതയാണ് ഒരു അഡ്വക്കേറ്റ് ജനറലിന് ഉണ്ടായിരിക്കേണ്ടത്. ഹൈക്കോടതി ജഡ്ജി ആകുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിയമസഭാ സമ്മേളനങ്ങളിൽ പ്രസ്താവനാ തരത്തിൽ ഉൾപ്പെടാൻ ശ്രദ്ധിക്കണം. നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനും തന്റെ അഭിപ്രായം രേഖപ്പെടുത്താനും അധികാരമുണ്ടെങ്കിലും നിയമസഭയിൽ വോട്ട് രേഖപ്പെടുത്താൻ അഡ്വക്കേറ്റ് ജനറലിന് അധികാരമില്ല. ഒരിക്കൽ കൂടി, നിയമസഭാ സമ്മേളനങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? അഡ്വക്കേറ്റ് ജനറലിന് പങ്കെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ തന്റെ അഭിപ്രായം രേഖപ്പെടുത്താനും സാധിക്കും. എന്നാൽ നിയമസഭയിൽ വോട്ട് രേഖപ്പെടുത്താനൊന്നും അധികാരമില്ല. അപ്പോൾ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, കേരളത്തിലെ ആദ്യ അഡ്വക്കേറ്റ് ജനറൽ ആരായിരുന്നു? കെ വി സൂര്യനാരായണ അയ്യരായിരുന്നു കേരളത്തിലെ ആദ്യ അഡ്വക്കേറ്റ് ജനറൽ. കെ വി സൂര്യനാരായണ അയ്യരായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ അഡ്വക്കേറ്റ് ജനറലാണ് സി പി സുധാകര പ്രസാദ് ആണ്. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ അഡ്വക്കേറ്റ് ജനറൽ ആണ്. ഓർത്തിരിക്കണം, എക്സാമിന് ചോദിക്കാം, സി പി സുധാകര പ്രസാദ് ആണ്. അപ്പോൾ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ്. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 165 പ്രതിപാദിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം ഗവർണറാണ്. നിലവിൽ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ കെ ജാജു ബാബു ആണ്. സംസ്ഥാന ഗവൺമെന്റിന് നിയമ ഉപദേശം നൽകുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. കേന്ദ്രത്തിലെ അറ്റോർണി ജനറലിന് സമാനമായ സംസ്ഥാനത്തുള്ള പദവിയാണ് അഡ്വക്കേറ്റ് ജനറലിനുള്ളത്. ഹൈക്കോടതി ജഡ്ജിയാകുന്നതിനുള്ള യോഗ്യതയാണ് ഒരു അഡ്വക്കേറ്റ് ജനറലിന് ഉണ്ടായിരിക്കേണ്ടത്. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനും തന്റെ അഭിപ്രായം രേഖപ്പെടുത്താനും അധികാരം അഡ്വക്കേറ്റ് ജനറലിന് ഉണ്ടെങ്കിലും നിയമസഭയിൽ വോട്ട് രേഖപ്പെടുത്താൻ അധികാരം ഇല്ല. കേരളത്തിലെ ആദ്യ അഡ്വക്കേറ്റ് ജനറൽ കെ വി സൂര്യനാരായണ അയ്യരും കേരളത്തിലെ ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ അഡ്വക്കേറ്റ് ജനറൽ സി പി സുധാകര പ്രസാദും നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ കെ ജാജു ബാബുവാണ്. ഓക്കെ അല്ലേ?
ഇനി നമുക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ കുറിച്ചൊക്കെ അറിയാം അല്ലേ. ഈ KAS രൂപീകൃതമായത് എന്ന് അതിനെക്കുറിച്ച് കുറച്ച് വസ്തുതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. KAS എന്നാണ് രൂപീകൃതമായത്? ഓർത്തിരിക്കണം, രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷനാണ്. ആണോ? മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷനാണ്. ഓർത്തിരിക്കണം, 1997 മേയിൽ നിലവിൽ വന്ന മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷനാണ് KAS എന്ന ആശയം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഓർത്തിരിക്കണം, KAS രൂപവത്കരിക്കാൻ അടിസ്ഥാനമായ നിയമം എന്ന് പറയുന്നത് 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് ആണ്. കേരള പബ്ലിക് സർവീസ് ആക്ട് ആണ് 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് ആണ് KAS രൂപവത്കരിക്കാൻ അടിസ്ഥാനമായ നിയമം. 1997 മേയിൽ നിലവിൽ വന്ന മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷനാണ് KAS എന്ന ആശയം മുന്നോട്ട് വച്ചത്. ഇനി അതുപോലെ തന്നെ കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 സെക്ഷൻ 2(1) ഈ 2(1) അടിസ്ഥാനമാക്കിയാണ് KAS സ്പെഷ്യൽ റൂൾസ് 2017 രൂപം കൊണ്ടത്. അപ്പോൾ ഓർത്തിരിക്കണം, KAS രൂപവത്കരിക്കാൻ അടിസ്ഥാനപരമായ നിയമം 1968 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആക്ട് ആണ്, കേരള പബ്ലിക് സർവീസ് ആക്ട് ആണ്. അതുപോലെ തന്നെ കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 സെക്ഷൻ 2(1) അടിസ്ഥാനമാക്കിയാണ് KAS സ്പെഷ്യൽ റൂൾസ് 2017 രൂപം കൊണ്ടത്. 1997 മേയിൽ നിലവിൽ വന്ന മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷനാണ് KAS എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ മാതൃകയിൽ കേരള സംസ്ഥാനത്ത് രൂപം കൊണ്ട സർവീസാണ് KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ KAS സ്പെഷ്യൽ റൂൾസ് 2017 പ്രകാരമാണ് KAS രൂപം കൊണ്ടത്. KASലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണെന്നറിയാം. രണ്ടാം നടന്ന KAS എക്സാമിനേഷനൊക്കെ വിവാദമായിട്ട് കത്തി നിൽക്കുകയാണ് ഇപ്പോഴല്ലേ, നിങ്ങൾക്കറിയാം. ഓക്കെ, നമ്മൾ അടുത്ത ഒരു പോയിന്റിലേക്ക് പോകുന്ന സർവീസ് റൂളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. KS ആൻഡ് SSR എന്താണ് നിങ്ങൾക്കറിയോ? കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് എന്നാണ് KSSR എന്ന് പറയും. നമ്മൾ സർവീസിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റ് സർവീസിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ KS ആൻഡ് SSR റൂൾ അനുസരിച്ചിട്ടാണ് നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്, ഏതാ ജോലിയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് KS ആൻഡ് SSR നിലവിൽ വന്നത് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതാൻ പറ്റണം. 1958 ഡിസംബർ 17 കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നിലവിൽ വന്നത്. 1958 ഡിസംബർ 17 കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുമുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനം, സീനിയോറിറ്റി, പ്രമോഷൻ തുടങ്ങിയവയാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുമുള്ള ഉദ്യോഗസ്ഥരുടെയും നിയമനം, സീനിയോറിറ്റി, പ്രമോഷൻ തുടങ്ങിയവയാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 309 പ്രകാരമാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് രൂപവത്കരിച്ചത്. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് രൂപവത്കരിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 309 പ്രകാരമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിൽ ആകെ 3 ഭാഗങ്ങളാണല്ലോ. എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ തിരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ച് പരാമർശിക്കുന്ന KS ആൻഡ് SSRലെ വകുപ്പ് 5 സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രൊബേഷൻ കാലയളവ് പരാമർശിക്കുന്ന KS ആൻഡ് SSRലെ വകുപ്പ് 19 അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നിലവിൽ വന്നത് 1958 ഡിസംബർ 17. കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുമുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനം, സീനിയോറിറ്റി, പ്രമോഷൻ തുടങ്ങിയാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂളിൽ ഉൾപ്പെടുന്നത്.
അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 309 പ്രകാരമാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് രൂപവത്കരിച്ചത്. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിൽ ആകെ 3 ഭാഗങ്ങളുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ തിരഞ്ഞെടുപ്പ് രീതി പരാമർശിക്കുന്ന KS&SSRലെ വകുപ്പ്, ആ വകുപ്പ് 5 സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രൊബേഷൻ കാലയളവ് പരാമർശിക്കുന്ന KS&SSRലെ വകുപ്പ് 19 അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് പുതിയ ചീഫ് സെക്രട്ടറിയൊക്കെ നിയമിച്ചു. 51ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് വിശ്വനാഥ സിൻഹ ചുമതലയേറ്റു എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ വിശ്വനാഥ സിൻഹയെ കുറിച്ച് നിങ്ങൾക്ക് മറ്റെന്തൊക്കെ അറിയാം? സംസ്ഥാന സിവിൽ സർവീസിന്റെ തലവൻ ചീഫ് സെക്രട്ടറിയാണ് അല്ലേ? കേരള സംസ്ഥാന സിവിൽ സർവീസിന്റെ തലവൻ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്. അത് ഓരോ സംസ്ഥാനത്തും ഉണ്ട്. ഇനി ഓർത്തിരിക്കണം, കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? വിശ്വനാഥ സിൻഹയാണ്. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ആര്? ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? നിങ്ങൾക്കറിയാം, NES രാഘവൻ ആചാര്യാണ്. NES രാഘവൻ ആചാര്യാണ് കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അല്ലേ? കേരളത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ സിൻഹ ചുമതലയേറ്റത് എന്നാണ്? 2026 ജൂൺ 30. എന്നാൽ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാ? കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാ? നിങ്ങൾക്കറിയാം, പത്മ രാമചന്ദ്രനാണ്. എക്സാമിന് ചോദിക്കും. പത്മ രാമചന്ദ്രനാണ് കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി. പത്മ രാമചന്ദ്രൻ 1990-91 കാലഘട്ടത്തിൽ കേരളത്തിന്റെ 17ാമത് ചീഫ് സെക്രട്ടറി ആയിട്ടാണ്. നിലവിൽ 51 വിശ്വനാഥ സിൻഹ. അപ്പോൾ ആദ്യ ചീഫ് സെക്രട്ടറി ആയ പത്മ രാമചന്ദ്രൻ 1990-91 കാലഘട്ടത്തിൽ കേരളത്തിന്റെ 17ാമത് ചീഫ് സെക്രട്ടറി ആയിട്ടാണ് സേവനമനുഷ്ഠിച്ചതാണ് പത്മ രാമചന്ദ്രൻ. പത്മ രാമചന്ദ്രൻ കഴിഞ്ഞിട്ട് അടുത്തത് വനിതാ ചീഫ് സെക്രട്ടറി ആയത് ലിസി ജേക്കബ് ആണ്. അത് കഴിഞ്ഞിട്ട് നീല ഗംഗാധരൻ, അത് കഴിഞ്ഞിട്ട് അവസാനമായിട്ട് ശാരദാ മുരളീധരനാണ് അല്ലേ? എന്നിവരാണ്. അപ്പം 4 വനിതാ ചീഫ് സെക്രട്ടറിമാരാണ്. 51 ചീഫ് സെക്രട്ടറിമാർ കേരളത്തിൽ ഉണ്ടായതിൽ 4 വനിതാ ചീഫ് സെക്രട്ടറിമാരാണ്. ആദ്യത്തെ പത്മ രാമചന്ദ്രൻ, അവസാനത്തത് ശാരദാ മുരളീധരൻ, അതിനിടയ്ക്ക് ലിസി ജേക്കബും നീല ഗംഗാധരനും ചീഫ് സെക്രട്ടറികളായ വനിതകളാണ്. ഇനി ഓർത്തിരിക്കണം, മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത നിങ്ങൾക്കറിയാം, തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജാനകി രാമചന്ദ്രൻ. മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിതയാണ് ജാനകി രാമചന്ദ്രൻ. അടുത്തത് DGP ആയ ആദ്യ മലയാളി വനിത നിങ്ങൾക്കറിയാം, R ശ്രീലേഖയാണ് DGP ആയ ആദ്യ മലയാളി വനിത. ഇനി അടുത്തത് നമ്മൾ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് നോക്കുന്നത്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച്. അപ്പോൾ ഓർത്തിരിക്കണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം, നിയന്ത്രണം, നേതൃത്വം എന്നിവ വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഏതൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം, നിയന്ത്രണം, നേതൃത്വം എന്നിവ വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നതും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം, ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 243K ആണ്. എക്സാമിന് ചോദിക്കും. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 243ZA ആണ്. അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾ 243Kയും ആർട്ടിക്കിൾ 243ZAയുമാണ്. നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? ഷാജഹാൻ എഴുതരുതിൽ, അദ്ദേഹമല്ല, N ശേഷാദ്രി നാഥനാണ്. ഓർത്തിരിക്കണം. ഇനി അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്നതിനായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് നിയമിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത്. അത് N കൗശികന് എഴുതി വെക്കരുത്. നിലവിലത് സജിത് ബാബു ആണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. സജിത് ബാബു ചുമതലയേറ്റിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ.
അപ്പോൾ 2026 ഓഗസ്റ്റില് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരത്തോടെയാണ് ഡോക്ടർ ഡി സജിത് ബാബു എന്ത് ചെയ്ത് ചീഫ് ഇലക്ടറൽ ഓഫീസറായി നിയമിതനായത്. ഓക്കെ അല്ലേ? അപ്പോൾ സജിത് ബാബു നാഷണൽ ആയുഷ് മിഷൻ കേരള സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ കൂടിയാണ്. അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയും കാസർഗോഡ് ജില്ലാ കളക്ടറൊക്കെ ആയിട്ട് ചുമതലയൊക്കെ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം, നിയന്ത്രണം, നേതൃത്വം എന്നിവ വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾ 243Kയും ആർട്ടിക്കിൾ 243ZAയുമാണ്. നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശേഷാദ്രി നാഥനാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ മേൽനോട്ടം വഹിക്കുന്നതിനായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് നിയമിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ എ കൗശികൻ എഴുതരുത്. കൗശികൻ അതായത് എൻ സജിത് ബാബു ഓപ്ഷനിൽ ഇല്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡി സജിത് ബാബു ഓപ്ഷനിൽ ഇല്ലെങ്കിൽ മാത്രമേ കൗശികൻ ഉണ്ടെങ്കിൽ എഴുതാവൂ. ഓക്കെ, അതായത് ഇപ്പം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ മാറ്റിവെച്ച എക്സാമിനകത്തൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് അവിടെ ഒരുപക്ഷെ ഇതുണ്ടാവാൻ ചാൻസ് കുറവാണ് സജിത് ബാബുവിന്റെ. അതുകൊണ്ട് അവിടെ കൗശികൻ ഓപ്ഷനിലുണ്ടെങ്കിൽ അത് എഴുതണം, സജിത് ബാബു ഇല്ലെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് നിലവിലെ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ എ കൗശികനാണ്. ഈ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ധർമ്മം എന്ന് പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾക്കും, അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കും അതേപോലെ തന്നെ കേന്ദ്ര തിരഞ്ഞെടുപ്പുണ്ടല്ലോ, ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾക്കൊക്കെ നേതൃത്വം നൽകുക എന്നുള്ളതാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ദൗത്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കുന്ന. കുറേയധികം വസ്തുതകൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് കേട്ട് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ, ടേക്ക് കെയർ.